പ്രിയരെ, ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് സംസാരിച്ചു പോകുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇതിനേക്കാൾ അഹങ്കരിച്ച മണ്ണുണ്ട് ബംഗാളിൽ. മറ്റൊരു പാർട്ടി സൂര്യൻ ഉദിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദം വേണമെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബിമൻ ബോസ് പറഞ്ഞിരുന്ന സ്ഥലമാണ് ബംഗാൾ. എന്താ ഇപ്പൊ അവസ്ഥ? കേരളത്തിലും ഇത് തന്നെ. സൂര്യൻ ഉദിക്കണമെങ്കിൽ, സൂര്യന്റെ വെളിച്ചം കയറണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദം വേണമെന്ന് പറയുന്ന സ്ഥലത്ത് സൂര്യപ്രകാശത്ത് ഇറങ്ങി നടക്കാൻ ആ പാർട്ടിപ്പെട്ട ഒരുത്തിന് കഴിയുന്നില്ല. ജനങ്ങൾ കൈവെക്കും. അതേ സാഹചര്യം തന്നെ കേരളത്തിൽ ഇവർ പറയുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടാകും. ബംഗാളിൽ എങ്ങനെയാണോ ഓടി നടന്ന് പകൽ വെളിച്ചത്തിൽ ഇവന്മാർ ജനങ്ങളുടെ തല്ലുകൊണ്ട് കാട്ടിലേക്ക് ഓടുന്നത്, ആ അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പൊ ഭരണത്തിന്റെ പേരുള്ള തോന്നിയാസല്ലേ ഇപ്പൊ കാണിക്കുന്നത്. എന്നിട്ട് എന്നെ പക്വത പഠിപ്പിച്ച ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അയാളെന്ന് ഇന്നലെ പറഞ്ഞത് പുഷ്പചക്രം വെക്കുമെന്ന്. എന്നിട്ട് ഞങ്ങളുടെ ക്ഷമയിലാണ് നിങ്ങൾ സംഘടനാ പ്രവർത്തനം. ഇവന്മാരുടെ വിചാരം എന്താ? CPM-കാരുടെ ഔദാര്യത്തിലാണോ ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? ആരെയും മരി മരട്ടുന്നത്? CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ ഇനിയും വന്ന പുഷ്പചക്രം വെക്കുമെന്ന്. ഞാൻ ഇനിയും വരും കണ്ണൂരിൽ. അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എന്റെ നെഞ്ചത്ത്. ജനിച്ചാൽ എന്നായാലും മരിക്കണം. അത് പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. KK രാഗേഷ് പുഷ്പചക്രമായിട്ട് വരട്ടെ. നമസ്കാരം. രാഹുൽ മാക്കൂട്ടം പാലക്കാട് UDF സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു പൊതുവികാരം നിലനിൽക്കുമ്പോൾ തന്നെ പാലക്കാട് നല്ല അടൂര് നിന്ന് മത്സരിക്കാനും സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. ആ രീതിയിൽ ഒരു ചർച്ച പുരോഗമിക്കുന്നു. മറ്റൊരു ചർച്ച എന്ന് പറയുന്നത് ഇവിടുന്ന് കണ്ണൂരേക്ക് മാറി, അതായത് കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് പിണറായിക്കെതിരെ തന്നെ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു. അവിടെ അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ശ്രീ പിണറായി വിജയനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു UDF നേതാവാണ് രാഹുൽ മാക്കൂട്ടം. അതിനേക്കാളെല്ലാം ഉപരി പിണറായിയോട് ശരിക്കും നേരെ നിന്ന് ഏറ്റുമുട്ടാൻ ഏറ്റവും കെൽപ്പുള്ള ഒരു യുവ നേതാവ് കൂടിയാണ് രാഹുൽ മാക്കൂട്ടം. നമുക്കറിയാം, കണ്ണൂരെ സംബന്ധിച്ച് കണ്ണൂർ സിംഹം എന്നറിയപ്പെടുന്ന K. സുധാകരൻ അവറുകളാണ് ശരിക്കും പറഞ്ഞാൽ പിണറായിയോട് പലപ്പോഴും ഏറ്റുമുട്ടുന്നത്. അത് രാഷ്ട്രീയപരമായിട്ടാണ്, നേരിട്ടുള്ള സ്ഥാനാർത്ഥി ആയിട്ട് അല്ലെങ്കിൽ പോലും എപ്പോഴും കണ്ണൂർ ജില്ലയിലെ ഒരു രാഷ്ട്രീയത്തിൽ നേരിട്ടുള്ള പിണറായിയോട് ഏറ്റുമുട്ടുന്ന ഒരു നേതാവ് കണ്ണൂർ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന K. സുധാകരൻ തന്നെയാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇപ്പം നിലവിൽ MP ആണ്. MLA സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ രണ്ട് കാരണങ്ങൾ നിലനിൽക്കെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, രാഹുൽ മാക്കൂട്ടം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ അല്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പെട്ടെന്ന് കോൺഗ്രസ്സിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ അപൂർവം ചില വ്യക്തികൾക്കുള്ളൊരു വൈമനസ്യവും, അത് തന്നെയുമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് തിരിച്ചെടുക്കേണ്ടതില്ലെങ്കിൽ പോലും സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല സപ്പോർട്ടുകൾ രാഹുൽ മാക്കൂട്ടത്തിന് കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ പിണറായിക്കെതിരെ അതിശക്തനായൊരു സ്ഥാനാർത്ഥിയായിട്ട് വരാൻ ഏറ്റവും കേപ്പബിലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും രാഹുൽ മാക്കൂട്ടം ധർമ്മടത്ത് ശ്രീ പിണറായി വിജയനെതിരെ തന്നെ അതിശക്തനായൊരു സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ മറ്റൊരു രീതിയിൽ പറയുന്നവരും ഉണ്ട്. കാരണം കോൺഗ്രസിൽ പല ആളുകൾക്കും അല്ലെങ്കിൽ ചുരുക്കം ചില നേതാക്കന്മാർക്ക് രാഹുൽ മാക്കൂട്ടത്തിനെ ഏതെങ്കിലും രീതിയിലൊന്ന് ഒതുക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂർ പോയി പിണറായിക്കെതിരെ മത്സരിച്ച് എങ്ങനെ തോറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു നേട്ടമായിട്ട് കാണുന്നവരും ഉണ്ടാകും. പക്ഷേ രാഹുൽ മാക്കൂട്ടത്തെ സംബന്ധിച്ചിട്ട് അത് സാധിക്കില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് തെറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിണറായിസ്റ്റ് പാതയിൽ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില കോൺഗ്രസ് നേതാക്കളുണ്ട്. അത് പിണറായിസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാർഗദർശി. നമുക്കറിയാം, പിണറായിസ്റ്റിൻ്റെ ഒരു രീതി നമുക്കറിയാമല്ലോ. പിണറായി ഇപ്പോൾ CPM എന്ന പ്രസ്ഥാനം ഇപ്പോൾ നിലവിലില്ല. CPM എന്ന പ്രസ്ഥാനം ഉണ്ടെങ്കിൽ പോലും അത് സൈലൻ്റാണ്. ഇപ്പോൾ നിലവിൽ അഗ്രസീവായിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് പിണറായിസ്റ്റ് വിഭാഗമാണ്. അതായത് പിണറായി സ്തുതി, പിണറായിയെ പുകഴ്ത്തുക, ഇത്തരം അജണ്ടകളുമായിട്ട് 24 മണിക്കൂറും വളരെ അഗ്രസീവായിട്ട് നിൽക്കുന്ന വിഭാഗം മാത്രമാണ് ഇപ്പോൾ പിണറായിസ്റ്റുകൾ. അപ്പോൾ അവർക്ക് താല്പര്യമുള്ളവർ അവർ പറയുമ്പോൾ പറയും പാർട്ടി തീരുമാനമാണ്, പാർട്ടി പറയുന്നത് പോലെയാണ്, പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. എങ്കിൽ പോലും ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. അത് ഒരൊറ്റ വ്യക്തിയിൽ മാത്രമാണ്, പിണറായി വിജയൻ എന്ന ഏക വ്യക്തിയിൽ മാത്രം ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ CPM നിലനിൽക്കുന്നത്.
അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. കാരണം ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അത്യാവശ്യം കുറച്ച് കൊള്ളാവുന്ന മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രണ്ടാം പിണറായി മന്ത്രിസഭ വന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു ഇലക്ഷനിൽ പലരും മത്സരിച്ച്, ചിലരെയൊക്കെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തിയിരുന്നു. മത്സരിച്ച് ജയിച്ചു വന്നവരെ പോലീസ് ശരിക്കും ഒതുക്കിയിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് കെ ശൈലജ. നമുക്കറിയാം, രണ്ടാമത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ അവരുടെ പേര് പരിഗണിച്ചു വന്നതാണ്. പക്ഷേ അവരെ ശരിക്കും ഒതുക്കി ഇല്ലാതാക്കി. രണ്ടാം മന്ത്രിസഭയിൽ മന്ത്രി പോലും ആക്കിയില്ല എന്നുള്ളത് മാത്രമല്ല, അവരെ എല്ലാ രീതിയിലും ഒതുക്കി. എങ്കിലും അവരുടെ ആ അപ്രമാദിത്വം പിണറായിക്കൊരു ഭീഷണിയാകുമോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവരെ നേരെ വടകരയ്ക്ക് മത്സരിപ്പിക്കാനായിട്ട് വിട്ടത്, വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക്. നമുക്കറിയാം, അതിനകത്തും പിണറായി വിജയൻ വിജയിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായിക്ക് ഒരൊറ്റ അജണ്ടയേ ഉണ്ടായിരുന്നുള്ളൂ. പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നിട്ട് കെ ശൈലജ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിലേക്ക് പോകും, ദില്ലിക്ക് പൊക്കോളും, ആ രീതിക്ക് ഒതുക്കാം. ഇനി തോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കെ ശൈലജയ്ക്ക് അതൊരു ഇമേജ് നഷ്ടമായിട്ട് കണക്കാക്കിക്കൊണ്ട് കെ ശൈലജയുടെ അപ്രമാദിത്വം ഒന്ന് ചെറുതാക്കി കാണിക്കാം. അത് സാധിച്ചു, ജയിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കെ ശൈലജയുടെ ഇമേജ് ഒരല്പം ഇടിഞ്ഞു. അത് ഇടിക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട സ്വാഭാവികമായിട്ടും ഈ പിണറായിസ്റ്റ് അപ്പസ്തോലിനുണ്ടായിരുന്നു. അതവിടെ സാധിച്ചെടുത്തു. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടൈം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കെ ശൈലജ മത്സരിക്കേണ്ടതില്ല എന്ന് പോലും കൂടെ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ തീരുമാനത്തിനപ്പുറം ഇന്ന് CPM-ലോ അല്ലെങ്കിൽ പിണറായിസിലോ വേറൊരു വാദമില്ലല്ലോ. ശരിക്കും ആ ഒരൊറ്റ വാദം മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് തന്നെയാണ് ശരിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാം മന്ത്രിസഭയിലുണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ. നമുക്കറിയാം, ദേവസ്വം ഹരിജനക്ഷേമ വകുപ്പ്, ഈ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കെ രാധാകൃഷ്ണൻ മന്ത്രിയായിട്ട് ചെറിയൊരു ഉരസൽ പോലെ വന്നതായിട്ട് നമ്മൾ ഇടയ്ക്ക് കേട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കെ രാധാകൃഷ്ണനെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് പാർലമെൻറ്റിലേക്ക് ജയിച്ചത്. നമുക്കറിയാം, പാലക്കാട് ജില്ലയിലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കെ രാധാകൃഷ്ണൻ ജയിച്ചു. കെ രാധാകൃഷ്ണനെ പാർലമെൻറ്റിലേക്ക് അയച്ചതോടുകൂടി സ്വാഭാവികമായിട്ടും കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. സ്വാഭാവികമാണല്ലോ. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പകരം മന്ത്രിസ്ഥാനത്തേക്ക് ആര് വരണം എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകപ്പാടെ ആ ഒരു വിഭാഗത്തിൽ നിന്നും 2 MLA-മാരാണ് നിലവിലുള്ളത്. ഒന്ന് സച്ചിൻ ദേവ്, തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് സച്ചിൻ ദേവും, മറ്റൊരാൾ വയനാട്ടിൽ നിന്നുള്ള OR കേളു, ഇപ്പോഴത്തെ ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രി. അപ്പോൾ സ്വാഭാവികമായിട്ട് സച്ചിൻ ദേവിനായിരുന്നു പരിഗണന കൂടുതലെങ്കിൽ പോലും കൂടെ ഈ ആര്യ രാജേന്ദ്രൻ്റെ ആ ഒരു വിവാദ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ആ KSRTC ഡ്രൈവറായിട്ടുള്ള വിഷയം പൊതുമണ്ഡലത്തിൽ ശരിക്കും ഡാമേജ് വരുത്തിയിരുന്ന ഒരു സാഹചര്യത്തിലും പാർട്ടിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യത്തിൽ, കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ സച്ചിൻ ദേവിനെ ഒഴിവാക്കിക്കൊണ്ടാണ് OR കേളുവിനെ സെലക്ട് ചെയ്തതെന്നുള്ളതൊക്കെ അവർ CPM-കാരോ പിണറായിസ്റ്റുകളോ സമ്മതിച്ചില്ലെങ്കിൽ പോലും പൊതുസമൂഹത്തിന് ആ ഒരു കാര്യം വ്യക്തമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് OR കേളു ഇപ്പോൾ മിനിസ്റ്ററായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒതുക്കേണ്ട ടീമുകളെ ഒതുക്കുക എന്നുള്ളത് പിണറായിസ്റ്റ് തന്ത്രമാണ്. അദ്ദേഹത്തിന് ആരെ എങ്കിലും ഉയർന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഒതുക്കുക എന്നുള്ളൊരു തന്ത്രമുണ്ട്. ഇങ്ങനെയാണ് കെ ശൈലജനെ ഒതുക്കിയതും, അതുപോലെ തന്നെ ഇപ്പോൾ കെ രാധാകൃഷ്ണനെ ഒതുക്കിയതും. അതുപോലെ തന്നെ CPM-ൻ്റെ ഇത്തിരി കൊള്ളാവുന്ന നേതാക്കന്മാർ, നമുക്കറിയാം, G. സുധാകരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു ചെറിയൊരു ആരോപണം പോലും, പ്രതിപക്ഷത്തിന് പോലും ഒരു ആരോപണം ഉന്നയിക്കാൻ ഉണ്ടായിരുന്നില്ല. കാരണം അത്ര ക്വാളിറ്റിയുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ ഒതുക്കി, പാർട്ടിയിൽ നിന്ന് പോലും കൂടെ ഒതുക്കി ഒന്നും അല്ലാണ്ടാക്കിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിസ്റ്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. ആ ഒരു വ്യക്തി എന്ത് തീരുമാനിക്കുന്നു അതിനപ്പുറം മറച്ചൊന്നുമില്ല. അഖിലേന്ത്യാ നേതൃത്വം എന്നൊന്നും പറയുന്നത് ഇപ്പോൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ MA ബേബിയൊക്കെ വെറുതെ ഒരു സ്ഥാനം എന്ന് മാത്രമേ ഉള്ളൂ. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഒരു പദവി മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ എന്ത് പറയുന്നു അതിനപ്പുറമൊന്നും MA ബേബിക്കൊന്നും ഒന്നും പറയാനില്ല, പറയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം പോലും കൂടെ 3-ാം ടൈമും പിണറായി വിജയൻ തന്നെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനം പാർട്ടി തീരുമാനമായിട്ട് പുറത്തേക്ക് വരുന്നു. പിന്നെ പറയുക പാർട്ടി തീരുമാനമാണെന്ന്. നമുക്കറിയാം, പിണറായി വിജയൻ്റെ മകള് ആദ്യത്തെ കല്യാണമൊക്കെ അവരുടെ ആകെ ഫ്ലോപ്പായി. രണ്ടാമത് കെട്ടിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുഹമ്മദ് റിയാസിനെ പിടിച്ച് കല്യാണമൊക്കെ കഴിപ്പിച്ചത് കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മുഹമ്മദ് റിയാസ് അതിനു മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. DYFIയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളില്ലാ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന മാതിരിയേ ഉള്ളൂ.
DYFI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഖിലേന്ത്യ എന്നൊക്കെ അങ്ങ് പറയാമെന്നുള്ളതല്ലാതെ ഈ കേരളത്തിൽ മാത്രമല്ല ഈ ഒരു കഷ്ണമുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഇതിനു മുമ്പ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ലാത്ത മുഹമ്മദ് റിയാസിനെ CPMൻ്റെ ഏറ്റവും കുത്തക കോട്ടയായിരുന്ന ബേപ്പൂർ അവിടുത്തെ നിലവിലുണ്ടായിരുന്ന MLA മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ്റെ മകളെ കെട്ടിയ പരിഗണനയിൽ അവിടെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പോട് കൂടിയ മന്ത്രിസ്ഥാനവും കൊടുത്തു. അതായത് ശരിക്കും പറഞ്ഞാൽ രണ്ടാം കെട്ടുകാരെ കെട്ടിയ വകയിൽ കിട്ടിയ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കറക്റ്റ്. പക്ഷേ അതിനൊന്നും തിരുവായിക്ക് എതിർവായില്ല എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നു അതിനപ്പുറം ആർക്കൊന്നും മറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിണറായിസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പിണറായിസ്റ്റുകളുടെ ഈ അപസ്തോലിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുന്ന പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും അല്ലെ പ്രതിപക്ഷ നേതാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചെന്തെങ്കിലുമൊക്കെ ഡയലോഗുകൾ അടിക്കുന്നുള്ളത് ഈ കഴിഞ്ഞ് ശക്തമായിട്ടൊരു മുഖത്ത് നോക്കിക്കൊണ്ട് നല്ല ചോദിക്കേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള നേതാക്കന്മാർ വളരെ കുറവാണ്. നമുക്കറിയാം, കരിമണൽ കർത്തയായിട്ട് ബന്ധപ്പെട്ട ഒരു മാസപ്പടി വിവാദത്തിനകത്ത് പലരുടെയും പേരുകൾ കയറി വന്നതിനകത്ത് നമ്മുടെ മാത്യു കുഴൽനാടൻ എടുത്ത ശക്തമായ നിലപാടിനോടൊപ്പം നിൽക്കാനായിട്ട് എത്ര കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കമായിരുന്നു. മാത്യു കുഴൽനാടനെ എങ്ങനെയെങ്കിലും പിന്നിലേക്ക് വലിപ്പിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിലുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രത്യേകത എടുത്തു കാണേണ്ടത്. രാഹുൽ മാക്കൂട്ടം ഇവിടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊരു വിഷയത്തെപ്പറ്റിയും അത് ഏതൊരു വ്യക്തിയോടാണെങ്കിൽ പോലും കൂടെ ശക്തമായിട്ട് പ്രതികരിക്കുകയും മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് രാഹുൽ മാക്കൂട്ടം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഒതുക്കി ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്താഗതി ഈ SSPക്ക് മൊത്തത്തിൽ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ SSP എന്ന കൂട്ടുമുന്നണിയെ പറ്റി എപ്പോഴും പറയുന്നത്. സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും. പക്ഷേ അവരെത്ര ഒതുക്കാൻ നോക്കിയിട്ട് ഒതുക്കൽ നടക്കാതെ വരികയും തന്നെയല്ലാതെ ഈ രാഹുൽ മാക്കൂട്ടത്തിനുള്ള ജനപിന്തുണ അടിക്കടി വർദ്ധിച്ചു വരികയും ഇന്നിപ്പോൾ രാഹുൽ മാക്കൂട്ടം ഇല്ല എങ്കിൽ പ്രതിപക്ഷത്തിന് യാതൊരു സ്കോപ്പും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൂടെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള ഇവിടുത്തെ ഭരണം, ആ ഭരണവിരുദ്ധ വികാരം അതിഭയാനകമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹം പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന പ്രതിപക്ഷം ശക്തമായിട്ട് നിൽക്കേണ്ട ആവശ്യകത പൊതുബോധമായിട്ട് പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചറിയുന്നത് കൊണ്ടും, എന്നാൽ അത് രാഹുൽ മാക്കൂട്ടത്തെ പോലെ ഉള്ളവരിലൂടെ മാത്രമാണ് പൊതുസമൂഹം അത് കാണുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എന്താണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടം ഇപ്പോൾ എവിടെ നിന്ന് കഴിഞ്ഞാലും, പാലക്കാടാണെങ്കിലും അതോടൊപ്പം തന്നെ അടൂരാണെങ്കിലും അതിനേക്കാളെല്ലാം ഉപരി ധർമ്മടത്താണെങ്കിൽ പോലും കൂടെ രാഹുൽ മാക്കൂട്ടം ശക്തമായിട്ട് ശരിക്കും ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാന്നിധ്യം വളരെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം വളരെ ഗുണകരമാകുമെന്ന് മാത്രമല്ല, ശക്തമായ സാന്നിധ്യം കൊണ്ട് തന്നെ അത് UDFന് വളരെയധികം ഗുണം ചെയ്യും. അതിനേക്കാളെല്ലാം ഉപരി പിണറായിക്കെതിരെ ധർമ്മടത്ത് നിന്ന് പിണറായിയെ തോൽപ്പിക്കുക കൂടി ചെയ്യുന്നതോടുകൂടി രാഹുൽ മാക്കൂട്ടം കേരളം കണ്ട ഏറ്റവും അനിഷേധ്യനായ നേതാവായിട്ട് ഉയർന്നു വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശരിക്കും രാഹുൽ മാക്കൂട്ടം എവിടെ നിന്ന് കഴിഞ്ഞാലും കേരളത്തിലെ ഇപ്പോൾ 140 മണ്ഡലങ്ങളിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും ജയിക്കുന്ന ഏക സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏക നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റ പേരേ ഉള്ളൂ, ശ്രീ രാഹുൽ മാക്കൂട്ടം തന്നെ. താങ്ക് യു.